നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഞാൻ വീഡിയോസൊക്കെ വളരെ പതുക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങളിലെ ഒന്നും രണ്ടും സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ആ സ്നേഹം നിറഞ്ഞുള്ള കമൻറ്റുകൾ കാണുമ്പോൾ തന്നെ അതൊക്കെ എനിക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ മറ്റുള്ള കുറച്ച് തിരക്കുകൾ കാരണം കൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് പെട്ടുപോയി. അത് കാരണം കൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും കറക്റ്റ് സമയത്തായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ വന്നത്. ഇനി മുതലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മൾ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് വൈക്കിങ്സ് എന്നുള്ളൊരു ചരിത്രപരമായിട്ടുള്ള ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു വെബ് സീരീസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. സീസൺ 1 പ്ലേലിസ്റ്റൊക്കെ ഈ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ വരും. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് ഈ വീഡിയോ കാണൂ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ റാഗ്നറും നോർത്ത്മാൻസ് എല്ലാവരും കൂടെ കിങ് എഗ്ബത്തിൻ്റെ സൈനികരെ അടിച്ചു തകർത്ത് കൊന്നു എന്നുള്ള കാര്യം കിങ് എഗ്ബത്തിന് അറിയും. ഈ കിങ് എഗ്ബത്ത് എന്നുള്ള ഇദ്ദേഹമാണ് വെക്സസ് എന്ന് പറയുന്നൊരു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വെക്സസ് എന്നുള്ളത് ഇംഗ്ലണ്ടിൻ്റെ വേറൊരു ഭാഗത്താണ് ഉള്ളത്. ഇപ്പോൾ ആ ഭാഗത്താണ് റാഗ്നറും കിങ് ഹോറിക്കും നമ്മുടെ നോർത്ത്മാൻസ് എല്ലാവരും കൂടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കിങ് എഗ്ബത്ത് ഈ വന്നിരിക്കുന്ന നോർത്ത്മാൻസിനെ എങ്ങനെയാണ് തടയാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വൈക്കിംഗ് സീസൺ 2 എപ്പിസോഡ് 3 ട്രെജറി. കിങ്ഡം ഓഫ് വെക്സസ് ഇംഗ്ലണ്ടിൽ കിങ് എഗ്ബത്ത് അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്ഭുതമൊന്നുമില്ല ഈ നോർത്ത്മാൻസ് വെക്സസ് തീരത്ത് എത്തിയതിൽ. നോർത്തംബ്രയിൽ അവർ ചെയ്തത് എന്ന് പറഞ്ഞ് അവർ ചെയ്ത കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നോർത്ത്മാൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ് ഇവർ, എങ്ങനെയുള്ള ആളുകളാണ്, ഇവർ ചെയ്ത ക്രൂരതകൾ, കഥകൾ എങ്ങനെയെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിങ് എഗ്ബത്തിന് ഒരു മകൻ കൂടിയുണ്ട്. ആത്തൽ വുൾഫ് എന്നാണ് പേര്. ഇതിനു മുൻപ് കിങ് ഏല എന്ന് പറഞ്ഞൊരു കിങ്ങിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേരും ആത്തൽ വുൾഫ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇതുപോലെ ഒരേപോലെ പേര് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ആത്തൽ വുൾഫിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നല്ല വിശ്വാസമുള്ള ചെന്നായ എന്നാണ്. ഇപ്പോൾ ആത്തൽ വുൾഫിനോട് കിങ് എഗ്ബത്ത് പറയും, ഞാൻ നിന്നെയും എൽഡറിൻ്റെ സൈന്യത്തിനോടൊപ്പം അയക്കുന്നു. അതേ സമയത്ത് അവരുടെ സൈനിക ശക്തിയെപ്പറ്റി മനസ്സിലാക്കാനും അവരുടെ ലക്ഷ്യസ്ഥാനം അറിയുവാനും ചാരന്മാരെയും അയക്കൂ. അവർ പൊതുവെ അവരുടെ കപ്പലിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരുപാട് കാലം മാറി നിൽക്കില്ല. അതുപോലെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള യുദ്ധത്തിനോട് അവർക്ക് താല്പര്യമില്ല. ഭയവും നമുക്കില്ല. ജാഗ്രതയാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞ് അയച്ചുവിടും. ഇതേ സമയത്ത് റാഗ്നറും എല്ലാവരും കൂടെ വെക്സസ് ഇംഗ്ലണ്ടിൽ ഇവർ ഇതിനു മുൻപ് ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ചു ദൂരം മാറി വരും വേറൊരു സ്ഥലത്തേക്ക്. അവിടെ ഒരു വലിയ ചർച്ചുണ്ട്. അപ്പോൾ റാഗ്നർ ആത്തലിസ്റ്റിനോട് ചോദിക്കും, അതെന്താണ്? അതൊരു വലിയൊരു ചർച്ചാണ്, മഠത്തിനോടൊപ്പം ചേർന്ന് വലുതാണ്. ചിലപ്പോൾ അതായിരിക്കും വിഞ്ചസ്റ്റർ. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണോ? ഉദ്ദേശം ശരിയാണെങ്കിൽ വിശുദ്ധ ബിഷപ്പിനെ അടക്കം ചെയ്തത് എവിടെയാണ്? വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണിത്. അപ്പോൾ കിങ് ഹോറിക്ക് വിലയേറിയ വസ്തുക്കളൊക്കെ ഉണ്ടാവുമോ? അത് മാത്രമേ ഉണ്ടാവൂ. ഇപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ കളത്തിലിറങ്ങും. അവിടെയുള്ള ചർച്ച നോക്കി ഇങ്ങനെ പോകും. അവിടെ കട്ട് ചെയ്തതും സ്കാൻഡിനേവിലുള്ള ഹെഡേവിയ എന്ന് പറയുന്നൊരു സ്ഥലം കാണിക്കും. അവിടെ ആരാണ് ഉള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ലഗാത്തയാണ് ഉള്ളത്. ഇപ്പോൾ ലഗാത്ത നിൽക്കുന്ന അവിടേക്ക് ഒരാളിങ്ങനെ നടന്നു വരും. ഇദ്ദേഹമാണ് ഹെഡേവിയുടെ ഏൾ. ഇദ്ദേഹത്തിൻ്റെ പേരാണ് സിഗ്വേർട്ട്. ഇപ്പോൾ ഈ സിഗ്വേർട്ട് നേരെ വന്ന് ലഗാത്തയുടെ മുഖത്ത് തന്നെ ഒന്ന് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലഗാത്തയുടെ മോൻ ബിയാൻ ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഈ സിഗ്വേർട്ടിനെ കാണുന്നതെന്ന് ഇഷ്ടമല്ല, യാതൊരു മര്യാദയും കൊടുക്കില്ല. എപ്പോഴും ബിയാനെ എല്ലാവരുടെ മുന്നിലും വെച്ച് അവനിങ്ങനെ അപമാനപ്പെടുത്തിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിക്കും. ഈ സിഗ്വേർട്ട് ആണെങ്കിൽ എപ്പോഴും ബിയാൻ്റെ മേലെ ഇങ്ങനെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. അത് കാരണം കൊണ്ട് ലഗാത്തയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ആ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടും. ഇപ്പം നീ എന്നെ തന്നെ എതിർത്ത് സംസാരിക്കുമോ എന്ന് പറഞ്ഞാണ് ലഗാത്തയുടെ മുഖത്തിന് ഒന്ന് കൊടുത്തത്. പിന്നൊരു കാര്യം, ലഗാത്തയുടെ മേലെ കൈവയ്ക്കുന്ന അളവിന് ധൈര്യമുണ്ടെങ്കിൽ ഇതെല്ലാം അനുഭവിച്ചിട്ടും ലഗാത്ത വെറുതെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഈ സിഗ്വട്ട് ആരായിരിക്കും? അതായത് ഈ സിഗ്വട്ടാണ് ലഗാത്തയുടെ ഇപ്പോൾ ഉള്ള ഭർത്താവ്. അതായത് നമ്മുടെ ലഗാത്ത ഏൾ സിഗ്വട്ടിനെ വിവാഹം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലഗാത്ത കഴിഞ്ഞ 4 വർഷമായിട്ട് ഇങ്ങനെയുള്ള ജീവിതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഇവിടെ നമ്മുടെ നോർത്ത്മാൻസ് എല്ലാവരും കൂടെ ചർച്ച നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ ചർച്ച നോക്കി പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള കപ്പിയാറ ദൂരത്തിൽ നിന്ന് കാണും. കണ്ട് തന്നെ ആ ചർച്ചിലുള്ള മണി അടിക്കും. ഇപ്പോൾ ആ ഗ്രാമത്തിലുള്ള പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും എന്തോ ഒരു അപകടം വരാൻ പോവാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഒളിഞ്ഞിരിക്കും. നിങ്ങൾക്ക് തന്നെ നന്നായിട്ടറിയാം ഇവരൊക്കെ എവിടെ പോയിട്ടാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന്. അത് മാത്രമല്ലാതെ ഇവരുടെ സമ്പത്തുകളൊക്കെ ഒളിച്ചു വെക്കും. കുരിശ് അങ്ങനെ സ്വർണം കൊണ്ടുണ്ടാക്കിയതല്ല, അതെല്ലാം എടുത്ത് മാറ്റി വെക്കും. പക്ഷേ ഈ ഗ്രാമത്തിലാണെങ്കിൽ കുറച്ച് സൈനികരൊക്കെ ഉണ്ടല്ലോ, അത് കാരണം കൊണ്ട് നമ്മുടെ നോർത്ത്മാൻസിന് ഇതിനു മുൻപ് വന്നതുപോലെ വളരെ സുലഭമായിട്ട് വന്ന് കൊള്ളയടിച്ചിട്ട് പോകാനായിട്ട് പറ്റില്ല. ഇപ്പോൾ പിന്നെ എപ്പോഴും പോലെ തന്നെ ആ ഗ്രാമത്തിലുള്ള സൈനികരും നമ്മുടെ നോർത്ത്മാൻസും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം. ഇപ്പോൾ ഫ്ലോക്കിയാണെങ്കിൽ കയ്യിൽ 2 കൈയിലും കോടാലിയും കൊണ്ട് ഓരോരുത്തന്മാരെയും കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആത്തലിസ്റ്റിനും ഇപ്പം നല്ലൊരു പോരാളിയെ റാഗ്നർ ഓരോരുത്തരെയും മുട്ടിക്ക് വെട്ടും.
എല്ലാ പൊതുജനങ്ങളും ആ ചർച്ചിൻ്റെ ഉള്ളിലാണ് പോയിട്ട് അതിൻ്റെ വാതിൽ പോയി തുറന്ന് നോക്കിയാൽ ഉള്ളിൽ പോയി നോക്കിയാൽ ഒരാൾ പോലുമില്ല. നല്ല നിശബ്ദതയായിട്ടുണ്ട്. ശരി എന്ന് പറഞ്ഞ് ആ ചർച്ചിൻ്റെ ഉള്ളിൽ പോയി നോക്കിയാൽ സ്വർണവും സമ്പത്തുകളും അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ ഫ്ലോക്കി ആത്ലറ്റിസ്റ്റിനെ നോക്കിയിട്ട് എവിടെ പോയി നിധികളൊക്കെ, ഇവനാണ് പറഞ്ഞത് ഇവിടെ ഉണ്ടെന്ന്. എന്താണ് റാഗ്നർ, ഇപ്പോഴും നീ ഇവനെ വിശ്വസിക്കുന്നുണ്ടോ? എവിടെടാ നിധി എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കും. അതാ അവിടെയുണ്ട് എന്ന് പറഞ്ഞു ടേബിള് കാണിച്ചു കൊടുക്കും. ഇതിൽ നിധിയൊന്നുമില്ല, ഇത് വെറും ഒരു പലക പെട്ടി മാത്രമാണ്. അപ്പ ആത്ലറ്റിസ്റ്റ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കിങ് ഹോറിക്, നിധി ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞതും അപ്പ തന്നെ തോണ്ടിയെടുക്കും. അപ്പ കിങ് ഹോറിക്ക് നല്ല സന്തോഷത്തിൽ, നീ പറഞ്ഞത് ശരിയാണ്, നോക്ക് നിധി എന്ന് പറഞ്ഞ് കുറേ നിധിപ്പെട്ടികളൊക്കെ ഇങ്ങനെ എടുക്കും. അപ്പ റാഗ്നർ ആത്ലറ്റിസ്റ്റിനോട് ചോദിക്കും, നിനക്കെങ്ങനെ ഇതെല്ലാം അറിയാം? ഇതെല്ലാം ക്രിസ്ത്യൻസിൻ്റെ ശീലമാണ്. മരിച്ചുപോയവരുടെ മൃതദേഹം അടക്കം ചെയ്യുമ്പോൾ അവർ സമ്പാദിച്ച എല്ലാ സമ്പത്തുക്കളും ഇങ്ങനെ വെക്കും എന്ന് പറയും. ഇപ്പോൾ കുറച്ച് മരിച്ചുപോയ മനുഷ്യരുടെ എല്ലും കഷ്ണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിനെപ്പറ്റി ആത്ലറ്റിസ്റ്റ് റാഗ്നറിൻ്റെ അടുത്ത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കും. സാനിറ്റിയിൽ ഒരുതരം ജീവിതം നയിക്കുന്നവരാണ്, ഇടയ്ക്ക് ചില അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷ്യം വരിച്ചു കൊടുക്കും. അപ്പോൾ റാഗ്നർ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എന്തിനു പ്രയോജനം? അപ്പോൾ ആത്ലറ്റിസ്റ്റൻ ചിരിച്ചിട്ട്, ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നത് ആ എല്ലുങ്ങൾക്ക് അനുഗ്രഹിക്കാൻ കഴിയുമെന്നാണ്, അത്ഭുത പ്രവർത്തികൾ തുടരുമെന്നാണ്. അപ്പോൾ അത്ഭുത പ്രവൃത്തി എന്നാൽ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത്ഭുത പ്രവർത്തികൾ. ഇപ്പോൾ ആത്ലറ്റിസ്റ്റൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്ലോക്കി അപ്പുറത്തു നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രോസ്റ്റനും കുറച്ചു പേരും കൂടെ ഈ ചർച്ചിനെ ചുറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ടിക് ടിക് എന്നൊരു ശബ്ദം കേൾക്കും. അപ്പോൾ തന്നെ അണ്ടർഗ്രൗണ്ടിൻ്റെ വാതിൽ തുറന്ന് നോക്കിയതും ഈ ഗ്രാമത്തിലെ കുറേ പേര് ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് വിട്ടു, എല്ലാവരെയും കൊല്ലും. ഇപ്പോൾ ആത്ലറ്റിസ്റ്റ് മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലൊരു പേപ്പർ കാണാം, അടുത്ത് തന്നെ ഒരു മഷിക്കുപ്പിയും ഉണ്ടാവും. ആ മഷിക്കുപ്പിയും കൊണ്ട് ആ പേപ്പറിൽ എന്തോ എഴുതാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ വേറൊരു പ്രീസ്റ്റ് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അവൻ ആത്ലറ്റിസ്റ്റിനെ കണ്ട് ഇങ്ങനെ കത്തും. ആ പേപ്പറിൽ ഒന്നും എഴുതണ്ട എന്ന് പറഞ്ഞ് ആത്ലറ്റിസ്റ്റിനെ നോക്കി ഇങ്ങനെ ഓടി വരും. ആത്ലറ്റിസ്റ്റിന് അപ്പോൾ തന്നെ കോടാലിയും കൊണ്ട് ആ പ്രീസ്റ്റിനെ നോക്കി ഒരാറ്റ വിട്ട് ആത്ലറ്റിസ്റ്റൻ കൊന്ന ആ പ്രീസ്റ്റിൻ്റെ കയ്യിൽ ഒരു റിലീജിയസ് ബുക്ക് ഉള്ളത് അദ്ദേഹം കാണും. ഇത് കണ്ടതും താൻ ഇതിനു മുൻപ് എങ്ങനെയുള്ള ജീവിതമാണ് നയിച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കും. ഇതിനു മുൻപുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തലയിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് അവിടേക്കൊരു ബിഷപ്പ് വരും. അദ്ദേഹത്തെ കണ്ടതും ആത്ലറ്റിസ്റ്റൻ, നിങ്ങൾ ഇവിടെ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചോളൂ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ കണ്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കൊല്ലു എന്ന് പറയും. അപ്പം ആ ബിഷപ്പ്, ഒരിക്കൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ പിടിക്കും, നിങ്ങളെല്ലാവരും ഞങ്ങൾ കുരിശിലേറ്റും എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. ഇപ്പോൾ പെട്ടെന്ന് ഫ്ലോക്കി അവിടേക്ക് വരും. മര്യാദയ്ക്ക് ആത്ലറ്റിസ്റ്റൻ പറഞ്ഞതുപോലെ ആ ബിഷപ്പ് എവിടെയെങ്കിലും പോയി ഒളിച്ചതാണെങ്കിൽ പാവം ജീവനോടുകൂടിയെങ്കിലും ഇരുന്നിട്ടുണ്ടാവും. ഇപ്പോൾ ബിഷപ്പ് പെട്ടു. ഫ്ലോക്കി ഇങ്ങനെ ആടിനെ ഇങ്ങനെ വെട്ടാൻ കൂട്ടിക്കൊണ്ട് പോകുന്ന പോലെ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കൊടാലിയും വെച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും. ഫ്ലോക്കി ഇങ്ങനെ കിങ് ഹോറിക്കിൻ്റെ അടുത്തേക്ക് ബിഷപ്പിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറയും, ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രീസ്റ്റ് എന്ന് പറയും. അപ്പ കിങ് ഹോറിക്ക്, നിങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങൾക്ക് എതിരായിട്ട് പ്രസംഗിക്കുന്നു, ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ നിങ്ങൾ കള്ളനും ഒരു വയസ്സായ മരം മണ്ടനുമാണ്. ദൈവങ്ങൾ നിങ്ങളെ വെറുക്കുന്നു, പക്ഷെ ഞാൻ നിങ്ങളെ കൂടുതൽ വെറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പറയും. എന്നിട്ട് ഇവനെ കെട്ടിയിടാനായിട്ട് പറയും. ഇവനെ വെച്ച് നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ തമാശ കളിക്കാമെന്ന് പറയും. ഇപ്പം കെട്ടിയിട്ടിട്ട് ആ ബിഷപ്പിൻ്റെ മേലെ ഇങ്ങനെ അമ്പ് വിട്ട് കളിക്കും, എങ്ങനെ ക്രൂരമായിട്ട് കൊല്ലാമെന്ന് പറഞ്ഞ് റാഗ്നറും കുറച്ച് പേരും കൂടെ ആ ഗ്രാമത്തിലുള്ള ഒരു ബേക്കറിൻ്റെ ഉള്ളിൽ പോകും. പോയതും ഒരു ബണ്ണ് എടുത്തിട്ട് റാഗ്നറെ തിന്നും. ആ ബണ്ണ് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. റാഗ്നറിൻ്റെ കണ്ണിൽ ഇപ്പോൾ ഒരു കുട്ടി പെണ്ണിങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് കാണാം. പക്ഷേ അവളെ വേറെ ആരെങ്കിലും കണ്ടതാണെങ്കിൽ ആ കുട്ടി പെണ്ണിനെ അപ്പം തന്നെ കൊല്ലും. ഇവരാരും കാണണ്ട എന്ന് പറഞ്ഞ് റാഗ്നർ ആ കുട്ടി പെണ്ണിൻ്റെ മേലെ ഒരു തുണിയിട്ട് മറയ്ക്കും. എന്നിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകും. എവിടെ കെട്ടിയിട്ട് ആ ബിഷപ്പിനെ ഭയങ്കര ക്രൂരമായിട്ട് ഇങ്ങനെ അമ്പെയ്ത് കൊല്ലുന്നത് കാണുന്ന ആത്ലറ്റിസ്റ്റിന് ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പം ആത്ലറ്റിസ്റ്റൻ പോയി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ബിഷപ്പിൻ്റെ അടുത്ത് പോയിട്ട് കത്തിയെടുത്ത് കഴുത്തിൽ വെച്ചിട്ട് ഇങ്ങനെ അറുക്കും. ഇനി നീ ഭയങ്കര കഷ്ടമായിട്ടുള്ള ഈ വേദനകളും അനുഭവിക്കണ്ട എന്ന് പറയും. ഇത് കാരണം കൊണ്ട് ആ ബിഷപ്പ് വലുതായിട്ട് വേദനകളൊന്നും അനുഭവിക്കാതെ ഇങ്ങനെ മരിക്കും. ഇവരുടെ ചിത്രവധകളൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. ആത്ലറ്റിസ്റ്റൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് റാഗ്നർ ദൂരത്തിൽ നിന്ന് ഇതെല്ലാം കാണും. റാഗ്നറിൻ്റെ മനസ്സ് ഇപ്പോൾ എന്തോ പോലാകും. അതായത് എന്തിനാണ് എൻ്റെ സ്വയലാഭത്തിന് വേണ്ടി ഇതുപോലുള്ള പാവം ജനങ്ങളെയൊക്കെ കൊല്ലുന്നത് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഒരു യുവാവിനെ കാണിക്കും. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ബിയാനാണ്. ബിയാൻ ഇപ്പോൾ വലുതായി. ഇപ്പോൾ ബിയാൻ അവൻ്റെ അമ്മ ലഗാത്തയോട്, അമ്മ എന്താണ് നിങ്ങൾ അയാളുടെ മുന്നിൽ ഇങ്ങനെ താന്ന് നിന്ന് കൊടുക്കുന്നത്? നീ എന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ ഭർത്താവ് ഏൾ സിഗ്വേർട്ട് തല്ലുന്നത് ഞാൻ കണ്ടു. ബിയാൻ, വേണ്ട. എന്ത് വേണ്ടെന്ന്? ഇതിനു മുൻപ് അവൻ തല്ലിയിട്ടുണ്ടോ? ഇനിയും അവൻ്റെ മുന്നിൽ ഇങ്ങനെ താന്ന് നിന്ന് കൊടുക്കാനാണോ ഉദ്ദേശം? ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. സംഭവിച്ചാൽ അവനെ ഞാൻ കൊല്ലും. ഇനി ഒരിക്കലും സംഭവിക്കില്ല മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ
ബിയാൻ റാഗ്നർ ആയിരുന്നെങ്കിൽ എന്ത് പറഞ്ഞെന്നെ, നിന്റെ അച്ഛനും ഇതിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ചില സമയത്ത് അദ്ദേഹത്തെ ഓർക്കാറുണ്ട്, പക്ഷേ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിൻ്റെ മകനാണ് നീ. അതിൽ നിനക്ക് അഭിമാനമുണ്ടാവണം. അച്ഛൻ്റെ ഭാര്യ എന്ന നിലയിൽ അമ്മയ്ക്കും അഭിമാനം ഉണ്ടാവണം എന്ന് പറയും. ഇവിടെ കാത്തഘട്ടിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള പ്രിൻസസ് ആസ്ലോഗിന് ഒരു ആൺകുട്ടി കൂടെ ജനിക്കും. ആ കുട്ടിയെ സിഗി വന്നിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചോദിക്കും, നമുക്ക് എന്ത് പേരിടാം? സിനഡ് എന്ന് പറയും. അതായത് പ്രിൻസസ് ആസ്ലോഗിൻ്റെ അച്ഛൻ്റെ പേര് വയ്ക്കും. ഈ കുഞ്ഞിൻ്റെ കണ്ണ് സ്നേക്കിൻ്റെ കണ്ണ് പോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞ ആസ്ലോഗ് ഇതിനു മുൻപ് തന്നെ റാഗ്നറിനോട് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ സംഭവിക്കും. ഇത് കാരണം കൊണ്ട് ഈ കുഞ്ഞിൻ്റെ ഒരു കണ്ണ് മാത്രം പാമ്പിൻ്റെ കണ്ണ് പോലെ ഇങ്ങനെ ഉണ്ടാവും. ഈ കുഞ്ഞിൻ്റെ പേര് സിനഡ് എന്ന് പറഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ലഗാത്തയുടെ ഇപ്പോഴുള്ള ഭർത്താവിൻ്റെ പേര് സിഗ്വേർഡ് എന്ന് പറഞ്ഞാണ്. ഈ കുഞ്ഞിൻ്റെ പേര് സിനഡ് എന്ന് പറഞ്ഞാണ്. രണ്ടുപേരുടെ പേരും ഏകദേശം ഒരുപോലെയാണ് ഉള്ളത്. ആശയക്കുഴപ്പം വരരുത്, ശ്രദ്ധിക്കണം. ഇവിടെ കിങ്ഡം ഓഫ് വെക്സസ് ഇംഗ്ലണ്ടിൽ കിങ് എഗ്ബത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനു മുൻപ് നമ്മുടെ നോർത്തമാൻസ് കിങ് എഗ്ബത്തിൻ്റെ ഭരണത്തിലുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പോയി ആക്രമിച്ചിട്ട് അവിടെയുള്ള ഒരു ബിഷപ്പിനെ ഭയങ്കര ക്രൂരമായിട്ട് കൊന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സമ്പത്തുകളൊക്കെ കൊള്ളയടിച്ചിട്ട് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ കിങ് എഗ്ബത്തിന് അറിയും. ഇപ്പം അദ്ദേഹം എന്ത് പറയുന്നു വെച്ചാൽ, എൻ്റെ രാജ്യം നല്ല വലുതാണ്, എല്ലായിടത്തും എനിക്ക് ഒറ്റയ്ക്ക് പോയി സംരക്ഷിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നോർത്തമാൻസ് ഒരു സ്ഥലം ആക്രമിച്ചിട്ടുണ്ട് എന്ന് കിങ് എഗ്ബത്തിന് മനസ്സിലായി. നോർത്തമാൻസ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പറയും. ഇനി ഞാനിപ്പോൾ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിനി അടുത്തത് വിട്ടുപിടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. റാഗ്നറും കിങ് ഹോറിക്കും എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ക്യാമ്പ് അടിച്ച് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ട്രോസ്റ്റിനും ഫ്ലോക്കിയോട് പറയും, ഇതുപോലുള്ള സമയത്താണ് ആർണിനെ ശരിക്കും മിസ് ചെയ്യുന്നത്. അവൻ എത്ര നല്ല തമാശകളൊക്കെ പറഞ്ഞ് നമ്മളെ എത്ര മോശമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിലും നമ്മളെല്ലാവരെയും സന്തോഷപ്പെടുത്തുമായിരുന്നു. ഫ്ലോക്കി അപ്പോൾ അവൻ ദൈവങ്ങളെ ഇപ്പോൾ ചിരിപ്പിക്കുന്നുണ്ടാവും. അവർക്ക് അസൂയ ഉള്ളത് കൊണ്ടായിരിക്കാം അവനെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയത്. ദൈവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മയിൽ വന്നത് എന്ന് പറഞ്ഞ ഫ്ലോക്ക് നേരെ ആത്തലിസ്റ്റൻ്റെ അടുത്ത് പോകും. ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ആത്തലിസ്റ്റൻ എന്ന് പറഞ്ഞ് ഒരു ക്രിസ്ത്യൻ റിലീജിയസ് ബുക്ക് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇതിൽ നിങ്ങളുടെ ദൈവങ്ങളുടെ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നാ ഇത് നിനക്ക് വേണ്ടേ എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പം ആത്തലിസ്റ്റൻ, ഇതിനു മുൻപ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പിന്നെയും പറയുന്നു, എൻ്റെ ദൈവം ദൈവങ്ങളുടെ എല്ലാ ദൈവമായ ഓഡിനാണ്. ശരിയാണ് നീ പറഞ്ഞത്, പക്ഷേ ഞാൻ നിന്നെ വിശ്വസിക്കില്ല. അപ്പോൾ ഇതാ കണ്ടോ, റാഗ്നർ എനിക്ക് ആംറിങ് തന്നത് എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുക്കും. പക്ഷേ എന്ത് തന്നെ കാണിച്ചു കൊടുത്തിട്ടും ഫ്ലോക്കിക്കാണെങ്കിൽ ആത്ലിസ്റ്റിൻ്റെ മേലെ വിശ്വാസമേ വരുന്നില്ല. ഇവിടെ റാഗ്നറും കിങ് ഹോറിക്കും കൂടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാഗ്നർ കിങ് ഹോറിക്കിനോട് ചോദിക്കും, ഈ നാട് എങ്ങനെയുണ്ട്? നല്ല നാടാണ്, നല്ല നിധികൾ കൊണ്ട് സമ്പന്ന നാടാണ്. അതെ, ഈ മണ്ണും സമ്പന്നരാണ്. പക്ഷേ ശരിക്കുള്ള നിധി എന്ന് പറഞ്ഞാൽ അത് ഈ മണ്ണ് തന്നെയാണ്. നമ്മൾ പോയ സ്ഥലമെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കൃഷികളൊക്കെ എങ്ങനെ വിളഞ്ഞാണ് നിൽക്കുന്നതെന്ന്. ഇവിടെ ധാന്യം വിളയുന്നുണ്ട്. ഞാനും എൻ്റെ അച്ഛനും കൃഷിക്കാരായിരുന്നു. എനിക്കിതെല്ലാം നന്നായി അറിയാം. നമ്മുടെ രാജ്യം വെച്ച് നോക്കിയാൽ അവിടെ കൃഷി ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്, ജീവിക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മളിവിടെ ജീവിച്ചാൽ പിന്നെ പട്ടിണി എന്താണെന്ന് നമുക്കറിയില്ല. നീ പറയുന്നത് ശരിയാണ്, പക്ഷെ അതത്ര എളുപ്പമല്ല. ഈ ജനങ്ങൾ അത്ര വേഗം ഇവരുടെ ഇടയിലേക്ക് നമ്മളെ സ്വീകരിക്കുമോ? അതായത് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം ശരിക്കും സ്വർണ്ണങ്ങൾ കൊണ്ടും വൈരങ്ങൾ കൊണ്ടും മാത്രമല്ല സമ്പന്നരായിരിക്കുന്നത്. അവിടെ നന്നായിട്ട് കൃഷി വിളയാനുള്ള ഭൂമി കൂടെയുണ്ട്. അത് കാരണം കൊണ്ടാണ് ആ രാജ്യം അത്രയും സമ്പന്നരായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്കാൻഡിനേവിയയിലുള്ള ഗോത്താലാൻഡ് കാണിക്കും, അതായത് ഏൽബോഗിൻ്റെ രാജ്യം. ഏൽബോഗ് ഇപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വിവാഹമാണ്. അദ്ദേഹം ടോർവി എന്ന് പറയുന്ന ഒരു യുവതിയെ വിവാഹം ചെയ്യും. ഇപ്പം മേശപ്പുറത്ത് കുറേ വൈനുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏൽബോഗ് എല്ലാവരുടെ മുന്നിലും ഇങ്ങനെ സംസാരിക്കും. സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, എൻ്റെ പ്രജകളെ, ഇപ്പോൾ ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എൻ്റെ ആദ്യ വിവാഹത്തിന് മണിക്കൂറുകളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ ആദ്യ ഭാര്യയെ എൻ്റെ സ്വന്തം സഹോദരൻ വിഷം കൊടുത്തു കൊന്നു. ശരിയാണ്, ഒരേ കാര്യം ഒരിക്കൽ കൂടെ രണ്ടാം തവണ സംഭവിക്കില്ലായിരിക്കാം. ഇപ്പം നമുക്കെല്ലാവർക്കും വൈനൊഴിച്ച് കുടിക്കാമെന്ന് പറയും. ആരാണ് ഈ ആഘോഷത്തിൽ ആദ്യം വൈൻ കുടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ നോക്കും. പക്ഷേ ആരും തന്നെ മുന്നിട്ട് വരില്ല. അപ്പോൾ ടോർവി, ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞ് ആ വൈൻ ഗ്ലാസ് വാങ്ങും. വേണ്ട, എനിക്ക് നിന്നെയും നഷ്ടപ്പെടുത്താൻ വയ്യ എന്ന് പറഞ്ഞ് ഏൽബോഗ് തന്നെ ആദ്യം വാങ്ങി കുടിക്കും. ആദ്യം അദ്ദേഹം വൈന് കുടിച്ചതും അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ എന്തോ പോലാകും. ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കും. ഇത് കാണുന്ന അവിടെയുള്ള ജനങ്ങളെല്ലാവരും പേടിക്കും. കുറച്ചു നേരം കഴിഞ്ഞതും ഏൽബോഗിന് ശരിയാവും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഏൽബോഗ് ചുമ്മാ തുമ്മുന്നത് പോലെ അഭിനയിച്ചതാണ്. കൊള്ളാം വൈൻ എന്ന് പറയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പറയും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാനും കിങ് ഹോറിക്കും റാഗ്നറും ചേർന്ന് ഉണ്ടായിരുന്ന ആ കരാർ അവർ ലംഘിച്ചു. ഞാനില്ലാതെ, നമ്മളില്ലാതെ അവർ വെസ്റ്റിലോട്ട് പോയിരിക്കുന്നു. ഇത് എനിക്കും നിങ്ങൾക്കും മാത്രമല്ല, ഇവിടെയുള്ള എൻ്റെ ഭാര്യയുടെ കുടുംബത്തിന് അപമാനം തന്നെയാണ്. ഈ നാണക്കേടിന് പകരം എന്തായാലും തിരിച്ചു ചോദിച്ചേ പറ്റൂ. സത്യത്തിൽ ഇതിന് മറുപടി പറയേണ്ടത് കിങ് ഹോറിക് തന്നെയാണ്.
പക്ഷേ ഏൾ റാഗ്നറിന്റെ മണ്ണിന്റെ നിലവിലെ സാഹചര്യം അവൻ്റെ ഭാര്യയും കുടികാരൻ സഹോദരനെയും അവൻ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നു. എൻ്റെ കുടുംബത്തിനെ നാണം കെടുത്തിയതിന് ഞാൻ പകരം ചോദിക്കണം. സർവ്വദൈവങ്ങളുടെ മേലെ സത്യം, റാഗ്നർ ലോഡ്ബ്രോക്കിനെ ഞാൻ തിരിച്ചടിക്കും. അവൻ്റെ വീടും നാടും മണ്ണും ഞാൻ പിടിച്ചടക്കും. അവൻ്റെ സഹോദരൻ ചെയ്ത ചതിക്ക് എൻ്റെ കോടാലി മറുപടി പറയും. ഇതിൻ്റെ അർത്ഥം എൽബോ കാത്തഗട്ടിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ പോവാണെന്നാണ്. ഇപ്പോൾ റാഗ്നർ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് കിങ് എഗ്ബത്തിന്റെ ആളുകൾ വരും. അതായത് കുറച്ച് സൈനികരും ഒരു പടത്തലവനും പിന്നെ ഒരു ബിഷപ്പും കൂടെ ഇങ്ങനെ വരും. ഇപ്പോൾ ബിഷപ്പ് പറയും, എന്നെ അയച്ചിരിക്കുന്നത് വെക്സസിന്റെ കിങ് എഗ്ബത്ത് ആണ്. വിശുദ്ധ സഭയായ വെഞ്ചൽസിൽ നിങ്ങൾ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ എത്ര കാലം തുടരുമെന്ന് അറിയാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ റാഗ്നർ പറയും, ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന അത്രയ്ക്ക് നിങ്ങളുടെ സമ്പത്ത് തരണം. അതെടുത്തിട്ട് ഞങ്ങൾ ഈ സ്ഥലം വിടാം. അല്ലെങ്കിൽ നിങ്ങളുടെ കിങ് ഞങ്ങളുടെ ജനങ്ങൾക്ക് ഈ നാട്ടിൽ കുറച്ച് സ്ഥലം തരണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നടന്നാൽ നമുക്ക് സമാധാനമായിട്ട് പോകാം എന്ന് പറഞ്ഞ് നീ നിന്റെ കിങ്ങിനോട് പോയി പറ എന്ന് പറഞ്ഞ് റാഗ്നർ പറയും. അപ്പോൾ ആ ബിഷപ്പിന്റെ കൂടെ വന്നിരിക്കുന്ന പടത്തലവധി അദ്ദേഹം റാഗ്നറിന്റെ ക്യാമ്പിനെ ഇങ്ങനെ എത്തി നോക്കും. അതായത് നോർത്ത് എത്ര പേര് ഇവിടേക്ക് വന്നിട്ടുണ്ട്, നമ്മൾ എത്ര സൈനികരോടുകൂടി വന്നാൽ ഇവരെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പടത്തലവധി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കിങ് ഹോറിക്ക് കാണും. ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോകുമ്പോൾ കിങ് ഹോറിക്ക് ആ പടത്തലവധിയെ മാത്രം ഇങ്ങനെ വിളിച്ചിട്ട് കോടാലി കൊണ്ട് ഒരറ്റ വെട്ട്. അതോടുകൂടി ആ പടത്തലവധിയും തീർന്നു. ഇത് കണ്ട് പേടിച്ച് വിറച്ച ആ ബിഷപ്പ് അങ്ങ് തെറിച്ചോടും. അദ്ദേഹം വന്ന കുതിരയിൽ തന്നെ കയറി പോകാനായിട്ട് നോക്കും. അദ്ദേഹം നല്ല തടിയുള്ളത് കാരണം കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ആ കുതിരയുടെ മേലെ കയറാനേ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ സൈനികർക്ക് വന്നിങ്ങനെ തൂക്കിവിടാനായിട്ട് ശ്രമിക്കും. പക്ഷേ എന്നാലും ആ ബിഷപ്പ് അങ്ങനെ താഴെ വീഴും. ഇതെല്ലാം കണ്ട് നമ്മുടെ ആളുകൾ ഇങ്ങനെ നോക്കി ചിരിക്കും. എന്നിട്ട് എങ്ങനെയൊക്കെയോ ആ കുതിരയിൽ കയറി അങ്ങനെ അവിടെ നിന്ന് തെറിച്ചോടി പോകും. ഏൾ സിഗ്വട്ടിൻ്റെ ഹാളിൽ ബിയാൻ ഇങ്ങനെ സങ്കടത്തിൽ ഇരിക്കുന്നത് സിഗ്വട്ട് കാണും. അപ്പോൾ ചോദിക്കും, നിന്നെ സന്തോഷപ്പെടുത്താനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്നെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ അയൽരാജ്യം കൊള്ളയടിക്കാനായിട്ട് അയക്കട്ടെ? നിന്റെ പോരാട്ടം, നിന്റെ വീരകഥകൾ എല്ലാവരും ഒന്ന് അറിയട്ടെ. എതിരാളികളെ വെട്ടിക്കൊല്ലുന്നത് റാഗ്നർ ലോഡ്ബ്രോക്കിൻ്റെ മകനാണെന്ന് നീ തെളിയിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കും. സത്യത്തിൽ നിന്റെ മുഖം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പറയൂ, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ബിയാൻ പറയും, എനിക്ക് ഒറ്റയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒരു മലയുടെ മുകളിൽ പോയി ജീവിക്കണം. എന്നെ അതിന് അനുവദിക്കുമോ? എന്ത്, ഒറ്റയ്ക്ക് നിന്നെ ഏതെങ്കിലും മലകളുടെ മുകളിലേക്ക് അനുവദിക്കുമോ എന്നോ? അതെ, എനിക്ക് എന്നെ തന്നെ പരീക്ഷിക്കണം. എനിക്ക് ഈ ആഡംബര ജീവിതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് വേണ്ടി ഒന്നും ആരും ചെയ്തു തരണ്ട. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം. ജീവിതത്തിന് എന്താണ് ആവശ്യം, ജീവിതത്തിന് എന്താണ് പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് അറിയണം. എന്നെ അതിനെ അനുവദിക്കുമോ എന്ന് ചോദിക്കും. ഇതെല്ലാം കേൾക്കുന്ന ലഗാത്തേക്ക് ഇപ്പം നല്ല സന്തോഷം വരും. ഇല്ലില്ല, ഒരിക്കലുമില്ല. ഇവിടെ ഞാനാണ് ഏൾ. അങ്ങനെയുള്ള ഞാൻ എൻ്റെ ഭാര്യയുടെ മകനെ വിശന്ന് അലന് തണുത്ത് വിറച്ച് ചാവാനായിട്ട് ഒരു മലയുടെ മുകളിലേക്ക് അയച്ചു വിട്ടാൽ എൻ്റെ പ്രജകൾ എന്ത് വിചാരിക്കും? നിനക്ക് മനസ്സിലാവുന്നില്ലേ എൻ്റെ മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കും. ഞാൻ നിന്നെ കുഞ്ഞുപോലെ നോക്കാമെന്ന് ലഗാത്തയ്ക്ക് വാക്ക് കൊടുത്തതാണ്, അതെനിക്ക് പാലിക്കണം എന്ന് പറയും. ഇതേ സമയത്ത് കാത്തഘട്ടിൽ കരയിൽ ഒരു വയസ്സായ ആൾ വല നെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ദൂരത്തിൽ നിന്ന് കാത്തഘട്ടിനെ നോക്കി ഒരു കപ്പൽ വരുന്നത് കാണും. അപ്പം തന്നെ അദ്ദേഹം മറ്റുള്ള എല്ലാവരോടും പോയി പറയും. സിഗിക്കും ഈ കാര്യങ്ങളെല്ലാം അറിയും. സിഗി അപ്പം തന്നെ റോളോനെ പോയി എഴുന്നേൽപ്പിക്കും. റോളോയും അപ്പം തന്നെ പോയി നോക്കിയതും പറയും, എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ആയുധപ്പുരയിലേക്ക് പോകൂ. പൊരുതാൻ അറിയുന്ന എല്ലാവരെയും കൂട്ടണം. കോടാലി പിടിക്കാൻ അറിയുന്ന എല്ലാവരും വേണം. നമ്മൾ ആക്രമിക്കപ്പെടാൻ പോവുകയാണെന്ന് പറയും. ഇപ്പോൾ പ്രിൻസസ് ആസ്ലോഗ്, റോളോ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കും. എൽബോഗോ അവൻ തിരിച്ചു വന്നു പകരം ചോദിക്കാനായിട്ട്. എന്ത് എൽബോഗോ? അത് അവൻ തന്നെ. അവനും കിങ് ഹോറിക്കിനും റാഗ്നറും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു, അത് അവർ ലംഘിച്ചു. അവൻ പകരം വീട്ടാനാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കരുതുന്നത്? നമ്മളും തിരിച്ചടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് റോളോ പോകും. കാത്തഘട്ടിൽ യുദ്ധം ചെയ്യാൻ അറിയുന്ന യുവാക്കളായിട്ടുള്ള യോദ്ധാക്കളെ എല്ലാവരെയും റാഗ്നർ വെസ്റ്റിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ റോളോയുടെ കൂടെ ആണെങ്കിൽ യുദ്ധം ചെയ്യാൻ അറിയുന്ന ഒരു യുവാവ് പോലും ഇല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ കാത്തഘട്ടിലുള്ള പൊതുജനങ്ങളും പിന്നെ വയസ്സായ ആളുകളും സ്ത്രീകളും ഇവരെല്ലാവരെയും വെച്ച് യുദ്ധം ചെയ്യാനായിട്ട് സജ്ജമാക്കും. ഇപ്പോൾ സിഗിയോ ഇങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് സജ്ജമായിട്ട് ഒരു റോളോ, നീ എന്താണ് കാണിക്കുന്നത്? കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നത്? അല്ലല്ല, നീ ഒരു ഷീൽഡ് മേൽഡർ അല്ല, നീ ലഗാത്തയും അല്ല. സിഗി, നീ തിരിച്ച് ഏളിൻ്റെ ഹാളിലേക്ക് പോ. പ്രിൻസസ് ആസ്ലോഗിനെയും കുട്ടികളെയും പോയി നോക്ക്. എന്നിട്ട് അവരെയും കൂട്ടിയിട്ട് മലയുടെ മുകളിലേക്ക് പോ. എന്നിട്ട് കാത്തിരിക്കുക. എന്തിന്? എന്താണോ ദൈവനിശ്ചയം അത് നടക്കാനായിട്ട്. ശരി, പൊക്കോ സിഗി എന്ന് പറഞ്ഞ് സിഗിയെ അയച്ചുവിടും. ഇപ്പോൾ എൽബോഗിൻ്റെ കപ്പലുകൾ കാത്തഘട്ടിൻ്റെ തീരത്തടുക്കും. അപ്പം തന്നെ യുദ്ധം തുടങ്ങി. റോളോയാണെങ്കിൽ പാവം പൊതുജനങ്ങളെല്ലാവരും വെച്ചാണ് യുദ്ധം ചെയ്തത്. വയസ്സായ കിഴവന്മാർ, സ്ത്രീകൾ ഇവരെല്ലാം വെച്ചാണ് യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ഇവർക്കാണെങ്കിൽ ഒന്നും യുദ്ധം ചെയ്യണമെന്നും അങ്ങനെ വലുതായിട്ട് അറിയില്ല. ഇപ്പം എൽബോഗിൻ്റെ ആളുകൾ പാവം കാത്തഘട്ടിലുള്ള പൊതുജനങ്ങളെ എല്ലാവരും ഇങ്ങനെ വെട്ടി കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എൽബോഗാണെങ്കിൽ അവിടെയുള്ള വയസ്സായ ആളുകളെയും പിന്നെ അവിടെയുള്ള സ്ത്രീകളെ എല്ലാവരും ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റോളോനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഹിസ് എ വൺ മാൻ ആർമി. ഒറ്റ
ഒറ്റയ്ക്ക് നിന്ന് പറ്റുന്നത്ര ആളുകളെ ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്, നിന്ന് പൊരുതി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞും കാത്തകെട്ടുള്ള ജനങ്ങളൊക്കെ ഇങ്ങനെ പിന്തിരിഞ്ഞോടും. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ യുദ്ധം ചെയ്യാനൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ റോളോയ്ക്കും വേറെ വഴിയില്ല. എത്ര നേരം തന്നെ അദ്ദേഹം ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ റോളോയും അങ്ങനെ തിരിഞ്ഞോട്. ഇപ്പോൾ ഇത് കാണുന്ന എൽബോഗ്, അതേടാ റോളോ, നീ എപ്പോഴത്തെയും പോലെ തന്നെ ഇങ്ങനെ പേടിച്ച് ഓടിക്കോ, ഓടി രക്ഷപ്പെടുക എന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തും. ഇപ്പോൾ പിന്നെയും എൽബോഗിന്റെ പടയാളികൾ മുട്ടിക്ക് പോയിട്ട് വെട്ടിക്കൊള്ളും. പിന്നെയും റോളോ കളത്തിലിറങ്ങും. റോളോനെ കൊണ്ട് പറ്റുന്നത്രയും ആളുകളെ ഇങ്ങനെ എതിർക്കും. പക്ഷേ എന്നാലും അത്രയും പേരുണ്ടല്ലോ, ഇദ്ദേഹത്തെ കൊണ്ട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ. കാത്തകെട്ടിലെ ജനങ്ങൾ ഇങ്ങനെ അമ്പേനായിട്ട് തുടങ്ങും. എൽബോഗിന്റെ ആളുകൾ അപ്പം തന്നെ ഷീൽഡ് വാളിട്ട് തടുക്കും. ഇപ്പൊ എൽബോഗ് കത്തും, നീ ജയിക്കില്ല റോളോ. അപ്പൊ റോളോ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്തുള്ളൊരു വയസ്സായ ആൾ റോളോയോട് പറയും, മറ്റൊരു ദിവസത്തേക്ക് വേണ്ടി സ്വന്തം ജീവൻ രക്ഷിക്കുന്നത് കൊണ്ട് ദൈവങ്ങൾ നിന്നെ ഒരു പേടിത്തോറനായിട്ട് കാണില്ല റോളോ. ഇപ്പോൾ റാഗ്നറുടെ മക്കളെ രക്ഷിക്കുക എന്നുള്ളതാണ് നിന്റെ ഉത്തരവാദിത്തം റോളോ. ദൈവങ്ങളോട് ഞാൻ സംസാരിച്ചോളാം. അധികം താമസിയാതെ തന്നെ ഞാൻ അവരോടൊപ്പം വൽഹല്ലിലോട്ട് പോകും. പക്ഷെ നിനക്കിവിടെ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട് റോളോ. പോ, നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ ദൈവങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞ് റോളോവിനെ അയച്ചുവിടും. ഇപ്പോൾ എൽബോഗ് ആണെങ്കിൽ സറണ്ടർ ആയിക്കോ റോളോ, സറണ്ടർ ആയിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ വയസ്സായ ആൾ ഒറ്റയ്ക്ക് ഗത്തായിട്ട് കോടാലിയും കൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ സറണ്ടറായി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അപ്പം തന്നെ എൽബോഗിൻ്റെ പടയാളികൾ ഇങ്ങനെ അടുത്ത് വരും. ആ വയസ്സായ ആളുടെ അടുത്തേക്ക് വന്നതും ആ വയസ്സായ ആൾ കോടാലിയും കൊണ്ട് നറുക്ക് എന്ന് പറഞ്ഞ് 2 സൈനികർ ഇങ്ങനെ വെട്ടിക്കൊല്ലും. അപ്പം തന്നെ മറ്റുള്ള സൈനികരെല്ലാവരും കൂടെ ആ വയസ്സായ ആളെ കൊല്ലും. ഇപ്പോൾ ഉള്ളിൽ കയറി പോയി കാത്തകെട്ടിൻ്റെ ഉള്ളിൽ കയറി അടിക്കും. ജനങ്ങളെല്ലാവരെയും എൽബോഗിൻ്റെ സൈനികരെല്ലാവരും കൂടെ ഇങ്ങനെ കൊന്നു തള്ളും. ഇപ്പം കാത്തകെട്ടും അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഇപ്പോൾ എൽബോഗിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇതെല്ലാം ദൂരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ റോളോ, സിഗി, പ്രിൻസസ് ആസ്ലോഗ്, പിന്നെ റാഗ്നറിൻ്റെ കുട്ടികളും പിന്നെ കുറച്ച് സ്ത്രീകളും ഇവരെല്ലാവരും കൂടെ കാണും. എൽബോഗ് ആണെങ്കിൽ റാഗ്നറിൻ്റെ ഹാളിലേക്ക് പോകും. എന്നിട്ട് കാത്തകെട്ട് ഞാൻ പിടിച്ചടക്കി, പഴി എന്നെ അപമാനപ്പെടുത്തിയതിന് ഞാൻ പക വീട്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കും. ഇത് കാണുന്ന നമ്മുടെ മനസ്സിൽ റാഗ്നർ മാത്രം തിരിച്ചു വന്നാൽ മോനെ നീ തീർന്നടാ എന്ന് പറഞ്ഞ് നമുക്ക് തോന്നും. ഇവിടെ വച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. ഇനി ഇതിനുശേഷം അടുത്ത എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എൽബോഗ് റാഗ്നർ ഇല്ലാത്ത സമയത്ത് കാത്തകെട്ട് പിടിച്ചടക്കിയിരിക്കുകയാണ്. വെസ്റ്റിൽ പോയിരിക്കുന്ന റാഗ്നറും കിങ് ഹോറിക്കും ഇനി എത്ര കാലം കഴിഞ്ഞ് തിരിച്ചു വരുമോ എന്തോ. അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതായിരിക്കും. കുറച്ച് കാത്തിരിക്കൂ.